ഹലോ ഗായ്സ്, അങ്ങനെ എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ നിന്നുകൊണ്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പം എന്താ പറയാ, കുറെ നാളായി ഒരു ലോങ് വീഡിയോ എടുത്തിട്ട്. അപ്പൊ എനിക്ക് തോന്നി ഇന്ന് തന്നെ ഒരു വീഡിയോ എടുത്തേക്കാന്ന്. സോ ഹിയർ വി ഗോ. ആദ്യം തന്നെ നമുക്ക് എന്താണ്, ആമസോണിൽ നിന്നുള്ള ഒരു അടിപൊളി പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട്. ബോട്ടിലാണ്. അപ്പം എന്താ പറയാ, എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് ഞാൻ ഇങ്ങനെ കുറച്ച് നാളായിട്ട് ഇങ്ങനെ എന്റെ വിഷ് ലിസ്റ്റിൽ ഇട്ട് വെച്ചിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഇത്. അപ്പൊ നിങ്ങൾക്ക് പല കമ്പനീസിന് ഈ ഒരു മോഡൽ പ്രൊഡക്റ്റ് ഉണ്ട്. അപ്പൊ ഞാൻ ചൂസ് ചെയ്ത കമ്പനി, ഇതിന്റെ പ്രൈസ് ഡീറ്റെയിൽസ് കാര്യങ്ങളോ എല്ലാം ഞാൻ എന്റെ വീഡിയോയില് ഡിസ്ക്രിപ്ഷനിൽ അറ്റാച്ച് ചെയ്തേക്കാം. ആൻഡ് ഇതിൽ 1 ലിറ്റർ കപ്പാസിറ്റി വരെ ഹോൾഡ് ചെയ്യുന്ന ഒരു വാട്ടർ ബോട്ടിലാണിത്. നമുക്ക് യൂസ് ചെയ്ത് വീണ്ടും റിഫിൽ ചെയ്തിരിക്കാം. പിന്നെ ഇതിന്റെ ഒരു ലോക്കിംഗ് സിസ്റ്റം ഒക്കെ അടിപൊളിയാണ്. എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഒറ്റ പ്രസത്തിൽ നമുക്ക് ഇങ്ങനെ ഓപ്പൺ ആയി വരും. പിന്നെ ഇത് സിപ്പർ ടൈപ്പ് ആണ്. അപ്പൊ സിപ്പർ ടൈപ്പ് ഇഷ്ടമല്ലാത്തവര് ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് ബുദ്ധിമുട്ടായിരിക്കും ഈ ഒരു ഫോമിൽ നിങ്ങൾക്ക് എടുക്കാനായിട്ട്. പിന്നെ എന്താണ്, ഇതിലൊരു സ്ട്രോസ് ഒക്കെ ഇങ്ങനെ അറ്റാച്ച്ഡ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സ്ട്രോ ഇതിനകത്തുനിന്ന് മാറ്റി വെക്കാം. ഇപ്പൊ ഞാൻ എന്താണ് ഇതിൽ തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് വിത്ത് എന്താ പറയാ, വെള്ളമുണ്ട്. ഞാൻ ഇപ്പൊ വാങ്ങിച്ചിട്ട് ഒരാഴ്ചയായി. അന്ന് തന്നെ അൺബോക്സിങ് വീഡിയോ എടുക്കണം എന്നൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു, പക്ഷെ പറ്റിയില്ല. കുറച്ച് തിരക്കൊക്കെ കാണാൻ പറ്റിയില്ല. അപ്പം എനിക്ക് കരുതി, ഞാൻ വിചാരിച്ചു എന്താണ് ഇന്ന് തന്നെ കുറച്ച് ഈ പ്രൊഡക്ട്സിന്റെ ഒക്കെ ഒരു വീഡിയോ എടുത്തേക്കാന്ന്. പിന്നെ നമുക്ക് വന്നിട്ടുള്ളത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് എന്താണ് കുറച്ച് പ്രൊഡക്ട്സ് ആണ്. ഇത് ആമസോൺ ഫ്ലിപ്കാർട്ട് എല്ലാം കോംബോ ആയിട്ട് ചെയ്യുന്നതാണ്. അപ്പം സോ ആക്ച്വലി ഇത് 3 വാഷ് ബാഗ് ആണ് ഉള്ളത്. ഇതാണ് ഏറ്റവും വലിയ ബിഗ് സൈസ് വരുന്നത്. 3 in 1 കോംബോ പോലെയാണ്. എനിക്ക് 320 കിട്ടിയതാണ് 3 പൗച്ചും കൂടെ. ഇതാണ് ഏറ്റവും ബിഗ് സൈസ് വരുന്ന പൗച്ച്, വാഷ് ബാഗ് ടൈപ്പ്. എനിക്ക് പിന്നെ എന്റെ ടോയ്ലറ്ററീസ് ഒക്കെ ട്രാവൽ ചെയ്യുമ്പോൾ ഇതിൽ വെക്കാമെന്ന് കരുതി ഞാൻ രീതിയിൽ മേടിച്ചതാണ്. ഇത് എനിക്ക് നല്ല കംഫർട്ടബിൾ ആണ്. ഞാൻ എവിടെയെങ്കിലുമൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ ഇതിലാണ് എന്റെ എല്ലാ കംപ്ലീറ്റ് സ്കിൻ കെയർ പ്ലസ് ബോഡി കെയർ ഐറ്റംസ് ഒക്കെ ഇതിലാണ് വെക്കുന്നത്. നല്ല ഹോൾഡിംഗ് കപ്പാസിറ്റി ഉള്ളതാണ്. പിന്നെ എന്താണ്, ഒരു നല്ല സിപ്പർ ടൈപ്പ് ഒക്കെയാണ്. പിന്നെ ട്രാൻസ്പെറന്റ് ആണെന്നുള്ളൊരു ഇതാണ്. പക്ഷെ എനിക്ക് ഈ ഒരു ട്രാൻസ്പെറന്റ് ടൈപ്പ് എനിക്ക് ഇഷ്ടമാണ്. ചിലർക്കാണെങ്കിൽ എന്താണ് ഉള്ളിൽ എന്താണെന്ന് ഇങ്ങനെ കാണിക്കുന്നതിനോട് താല്പര്യം ഇല്ലാത്തവരാണെങ്കിൽ മേടിക്കണ്ട. ബട്ട് എന്താണ്, എനിക്ക് ഈ ഒരു ടൈപ്പ് ഇഷ്ടമാണ്. ഒന്നാമത്തെ കാര്യം നല്ല അഫോർഡബിൾ ആയിട്ടുള്ളതാണ്. പിന്നെ നല്ല ക്വാളിറ്റി ഉണ്ട്. ഇതിന്റെ 3 സൈസ് ബാഗ്സ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിന്റെ ഒരു മീഡിയം സൈസ് വരുന്നത് ഇങ്ങനെയാണ്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അടുത്ത്. ഇങ്ങനെയാണ്. ഈ ഒരു ഇത്ര സൈസാണ്. അപ്പൊ നമുക്ക് കുറച്ച് ചെറിയ സാധനങ്ങളൊക്കെ വെക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പ് ബാഗിൽ നമുക്ക് പൗച്ചിൽ ചൂസ് ചെയ്യാവുന്നതാണ്. ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെയാണ്. നമുക്ക് എന്ത് ടൈപ്പ് സാധനങ്ങളും ഇതിനകത്ത് വെക്കാം, കുഴപ്പമില്ല. നമുക്ക് എന്താണ് മാക്സിമം നമുക്ക് സ്പേസ് കൺസ്യൂം ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ലഗേജിലൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്യുമ്പോൾ വെക്കാം. സിപ്പർ ആണെങ്കിലും നല്ല ക്വാളിറ്റി സിപ്പർ തന്നെയാണ്. അപ്പൊ എനിക്ക് പിന്നെയാണെങ്കിൽ അതിന്റെ ഒരു തീരെ ചെറിയൊരു വേർഷനും കൂടെ ഉണ്ട്. അതിലിപ്പോ ഓൾറെഡി ആക്ച്വലി സംഭവം ഓക്യുപ്പൈഡ് ആയിട്ട് എന്റെ കുറച്ച് പ്രൊഡക്ട്സ് ഒക്കെ ഇരിക്കുവാണ്. സോ അതാണ് കാണിക്കാൻ പറ്റാത്തത്. കാണിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പം എന്താണ് ഇതിന്റെ അത് കുറച്ചും കൂടെ ചെറിയൊരു സൈസാണ്, കുറച്ചും കൂടെ മിനി സൈസ് പൗച്ചാണ്. അപ്പം ആ ഒരു പൗച്ച് ഞാൻ അടുത്ത് എന്റെ ഒരു വീഡിയോയിൽ കാണിക്കാം. അല്ലെങ്കിൽ ഞാൻ ഇതിന്റെ കൂടെ സൈഡിൽ ആ ഒരു 3 പൗച്ചിന്റെ പിക്ചേഴ്സ് ഞാൻ അറ്റാച്ച് ചെയ്തേക്കാം, എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട്. ഫ്ലിപ്കാർട്ട് ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. ഞാൻ ഇത് ഫ്ലിപ്കാർട്ടിൽ സെയിൽ കടന്ന സമയത്ത് എനിക്ക് ഓഫറിൽ വാങ്ങിക്കാൻ പറ്റിയിട്ടുള്ളതാണ്. പിന്നെ ഒരു പ്രൊഡക്റ്റും കൂടെ കാണിച്ചു തരാം. അത് ലൈവായിട്ട് നമ്മുടെ മൈക്കാണ്. അതിപ്പോ ഞാൻ വാങ്ങിച്ചിട്ട് അറൗണ്ട് ഒരു സോറി ഗൈസ്, ഇത് പ്ലാൻഡ് ആയിട്ടുള്ള വീഡിയോ ഒന്നുമല്ല, പെട്ടെന്ന് സിറ്റുവേഷൻ ഒക്കെ തോന്നിയപ്പോ എടുത്തൊരു വീഡിയോ ആണ്. ഈ മൈക്ക് വന്നിട്ട് K8 എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ എന്താണ് വയർലെസ് മൈക്രോഫോൺ ആണ്. പിന്നെ എന്താ, ലൈക്ക് വ്ലോഗ് വീഡിയോ ഷോർട്ട് വീഡിയോസ് ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് തന്നെയാണ്. എനിക്കിതൊരു 650 സംതിങ്ങിനാണ് ഞാൻ ഇത് പർച്ചേസ് ചെയ്തത്. എനിക്ക് കുഴപ്പമില്ല. നമ്മളൊരു ബിഗിനേഴ്സിന് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി മൈക്ക് തന്നെയാണ്. ആ മൈക്കാണ് ഈ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് ഒരു ട്രാൻസ്മിറ്റർ, ഒരു റിസീവർ ടൈപ്പ് രീതിയിലാണ് പോകുന്നത്. അപ്പൊ അതിന്റെ ഇതതിന്റെ കാറ്റലോഗ് ഒക്കെയാണ്. പിന്നെ അതിന്റെ കൂടെ ഒരു പ്രൊമോഷണൽ ഓഫർ, ഒരു ക്യാഷ് ബാഗിന്റെ ഒരു ഇതൊക്കെ ഉണ്ട്. 100 rupees ക്യാഷ് ബാക്കിന്റെ ഒക്കെ ഒരു ഓഫർ ഒക്കെ ഉണ്ട്. പിന്നെ അതിന്റെ കൂടെ നമുക്കൊരു ചാർജിങ് കേബിൾ ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ചാർജിങ് കേബിള് ഞാൻ ഇങ്ങനെ ഒരു പാക്കിങ്ങിലാണ് വരുന്നത്. ഇത് ലൈക്ക് 2 രീതിയിലുള്ളതും ഉണ്ട്. ഇപ്പൊ ഐഫോൺ യൂസ് ചെയ്യുന്നവർക്ക് ഇത് കണക്ട് ചെയ്തിട്ടാണ് നമുക്ക് മൈക്ക് നമ്മുടെ ഫോണുമായിട്ട് പെയർ ചെയ്യേണ്ടത്. അത് ഇങ്ങനെ ഈ ഒരു രീതിയിലാണ് വരുന്നത്.
നമ്മുടെ ആൻഡ്രോയിഡ് ഫോൺ ആണെങ്കിൽ അത് ഞാൻ അതിന്റെ എന്താണ് റിസീവർ ഞാൻ കാണിച്ചു തരാം, അതിന്റെ ഫോട്ടോ എടുത്ത് കാണിച്ചു തരാം. കാരണം ഓൾറെഡി കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് കൊണ്ട് അതിപ്പോ എടുക്കാനൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഞാൻ അത് ഫോട്ടോയിൽ അറ്റാച്ച് ചെയ്തേക്കാം. നല്ലൊരു അടിപൊളി സെറ്റപ്പിലാണ് ഇത് വരുന്നത് മൊത്തത്തില്. അപ്പം നമ്മൾ ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് ആദ്യമേ കുറച്ച് ക്യാഷ് കൂടുതലുള്ള നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം നമുക്ക് ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള എന്നാൽ തരക്കേടില്ലാത്ത ഒരു മൈക്ക് തന്നെയാണ്, മൈക്രോഫോൺ തന്നെയാണ്, വയർലെസ് ആണ്. അപ്പൊ നമുക്ക് എനിക്ക് കംഫർട്ടബിൾ ആണ്. എന്തൊക്കെ പറഞ്ഞാലും അധികം നോയിസ് ഒന്നും, പുറമേ നിന്നുള്ള നോയിസസ് ഒന്നും ഇല്ല. ഞാൻ ഇപ്പൊ അത്യാവശ്യം യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് 1 month ആയി. എനിക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മൈക്ക് തന്നെയാണ്. അപ്പൊ ഇത് കാണിക്കണം എന്നുണ്ടായിരുന്നു, പറ്റിയില്ല. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പൊ ഇതിന്റെ പ്രൈസ് പിന്നെ ലിങ്ക് കാര്യങ്ങളെല്ലാം ഞാൻ എന്റെ എന്താ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പൊ ഇതൊക്കെയാണ് നമുക്കിപ്പം റീസെന്റ് വന്നിട്ടുള്ള കുറച്ച് പ്രൊഡക്ട്സ്. അപ്പൊ എനിവേ ഓക്കെ ബൈ.